ഹലോ, വരുണിക വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല വെയിലുണ്ട്, തുണിയൊക്കെ കൊണ്ട് വിരിച്ചിട്ടു. പിന്നെ എൻ്റെ നാത്തും പറഞ്ഞു, ഞാൻ സാധാരണ ഇത് വറുത്തിട്ടാണ് പൊടിക്കാറ്, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തും പറഞ്ഞു ഇതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല മണം കിട്ടും. അപ്പോൾ ഞാൻ ദേ മസാലക്കൂട്ടുകളൊക്കെ പ്ലേറ്റിലിട്ട് വെയിലത്ത് വയ്ക്കാൻ പോവാണ്. പിന്നെ ഇത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്കയാണ് കേട്ടോ. കടച്ചക്ക കൊണ്ട് വേണമെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വറുത്തരച്ച് ചിക്കൻ കറി വെക്കണ പോലെ നമുക്ക് വയ്ക്കാം. സിയമോൾ ഇവിടെ സിയമോൾ ഇരിക്കുന്നത് കേട്ടാ. സിയമോള് ഒരു എന്താ പറയും, എന്തെങ്കിലും പറയുന്നത്. അപ്പൊ സിയമോള് എനിക്ക് ഹെന്നിടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചിയൊക്കെ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. മൈലാഞ്ചി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ഇട്ടത് ശരിയായില്ല, അപ്പോൾ വീണ്ടും ഞാൻ ഹെന്നിടാന്ന് വിചാരിച്ചു. മുടിയൊക്കെ കണ്ട നിറച്ച് ആകെ പ്രായമായെങ്കിൽ ആയിരിക്കാം, എന്നാലും നമ്മൾ അപ്പൊ അതേ മൈലാഞ്ചിയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഹെന്നി ഇടണം, പിന്നെ മൈലാഞ്ചി ഇടും വേണം. അമ്മയെ മുള്ളുണ്ട് അല്ലേ? നമ്മുടെ സിയമോള് ഒരു പാട്ട് പാടി തരൂട്ടാ നിങ്ങൾക്ക്. എന്തിനാ വേദന സഹിച്ച് മുട്ടതയ്യം വാങ്ങിച്ചിട്ടേ ചോളി വേഗം വേദനകളെ മറും തെട്ടോളി പൊന്നു സകര എന്തിനാ വേദന സഹിച്ചിന് മുട്ടതൈലം വാങ്ങിച്ചിട്ടേ ചോളി വേഗം വേദനകളെ മറും തെട്ടോളി. അത് സൈലന്റ് ആട്ടാ, അവനെ ഏതെങ്കിലും ഒരു മൂലക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഇരുന്ന് ചെയ്തു. എനിക്ക് പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് മക്കളെ കുറിച്ചൊന്നുമല്ല കേട്ടോ, ഈ ചെടികളെ കുറിച്ച് മാത്രമേ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളൂ. ചെടികളാണ് എൻ്റെ വീക്ക്നെസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചെടികളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് നമുക്ക് റെഡി ആക്കണം. നമ്മുടെ ആകെ പോയിരിക്കുന്നു, ഭാരം വന്നിട്ട് ഇതിങ്ങനെ ഇതായിണ്ട്. മണ്ണ് നിറച്ചില്ലാത്തോണ്ട്. മണ്ണ് നിറച്ചില്ല. സിയമോള് പറയുന്നത് മണ്ണ് നിറച്ചില്ലാത്ത കാരണമാണ്. മണ്ണ് നമ്മളെ മയ്യത്ത് തൊട്ട് അപ്പം മയ്യത്താണ് പറഞ്ഞത്. എന്ത് അപ്പത്ത് എന്റെ മേത്ത് തൊട്ട് അപ്പം മയ്യത്താണ് പറഞ്ഞത്. ആര് പറഞ്ഞു? ആരാ പറഞ്ഞു? ഇതേതോ സിനിമയിലത്തെ ഡയലോഗല്ലേ? ചെടി നീ പിടിച്ച് വലിക്കരുത് കേട്ടോ. ഇതിപ്പോ ഞാൻ നല്ല ഭംഗിയിലാക്കി വെച്ചേക്കാണ് ചെടി. അപ്പൊ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. മണി പ്ലാന്റിന്റെ തന്നെ വേറൊരു ഇതെന്ത് ചെടിയാടി കുഞ്ഞൂസേ, അറിയോ? ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പേരറിയില്ല. ഇതൊരു മണി പ്ലാന്റിന്റെ തന്നെ വേറൊരു ആക്ഷൻ ഞാൻ തോന്നുന്നുണ്ട്. ഇത് നല്ല ഭംഗിയെ കാണാതെ കണ്ട വെൽവെറ്റ് പോലെയാണ് കേട്ടോ. അതിന്റെ മുകളില് ബാക്കിൽ ഈ കളറാണ് വരുന്നത്, മുകളിൽ ഇങ്ങനത്തെ കളർ. നമ്മളത് അതെനിക്ക് ഗ്രീൻ ഷീറ്റ് തന്നതാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു കഷ്ണം തന്നതാണ്, അതിൽ നിന്നാണ് ഞാൻ ഇത് വലുതാക്കി. പൊടി 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 തൊടണ്ട, മൈലാഞ്ചി അരച്ചതായി അമ്മായിക്ക് തലയിൽ ഹെന്നിടാൻ വേണ്ടിട്ട് അരച്ചു തരും. എങ്ങനെ അരക്കും? നമ്മുടെ സിനിമാമ്മയുടെ അമ്മയുടെ ഉമ്മച്ചിയുടെ വീട് എവിടെയാണ്? അപ്പനുണ്ട്. നമ്മുടെ സിനിമാമ്മയുടെ അമ്മയുടെ വീട് ചാവക്കാടാട്ടാ. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ സിനിമാമ്മ വന്നു കഴിഞ്ഞാൽ പറയും സീനുവായെ വന്നിട്ട് പറയുന്നൊന്ന് സീനുവായേന്നാണ് വിളിക്കുക. സ്നേഹമുള്ളവര് സീനുവായേന്നാണ് വിളിക്കുക. അപ്പൊ പൊന്നൂസായെ സിയായെ ഒരു ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് നീരും അതിൻ്റെ ഇതുകളൊക്കെ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ഇവിടെ സാരി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ലിപ് ബാം ഇട്ടിട്ട് ഇതേ സിയാതെ ഇവിടെ വന്നിട്ടുണ്ട്. ലിപ് ബാം ഇട്ടിട്ടതേ മുഖത്ത് പൊന്നൂസ് കാണണ്ട. പൊന്നൂസ് കാണുമ്പോൾ നന്നാവും. ഇത്ര അധികം ഇടാൻ പറഞ്ഞിട്ടുണ്ട. മുഖം നോക്കട്ടെ, നല്ല ചേരുണ്ട് കാണാൻ. മൈലാഞ്ചി നന്നായി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തലയിലിടാം, കയ്യിലിടാം, കാലിലിടാം. നല്ല പച്ച
പച്ച കളറിൽ അരഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ കടച്ചക്ക പുഴുങ്ങാണ് കേട്ടോ. 4 മണിക്ക് നമുക്ക് കടച്ചക്ക പുഴുങ്ങിയതും ചമ്മന്തി അല്ലേ, കടച്ചക്ക പുഴുങ്ങിയതും ചമ്മന്തിയാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിക്കല്ലേ ചെയ്യുക, ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ചെയ്യുക. കണ്ട ഇങ്ങനെ പുഴുങ്ങി വെക്കുക ചെയ്ത കേട്ടോ നമ്മൾ. അപ്പോൾ അതേ നമ്മുടെ കടച്ചക്ക പുഴുങ്ങിയതും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇവർ കൊതിച്ചിപ്പാറും ആയ കാരണം ബാഗ് ഇരുന്നു കേട്ടാ. ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടത്, ഉണ്ടാ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.